ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ പോലീസ് സന്നാഹമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വഴിക്ക് വരുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അവിടെ കീഴടങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ട്. അപ്പോൾ കർണാടകത്തിൽ നിന്നും ഹോസ്ദുർഗ് വഴി വന്ന് കീഴടങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ. അവിടെ ഇപ്പോൾ പോലീസ് സന്നാഹം നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കീഴടങ്ങാനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടേക്കാണ് മുൻകൂർ ജാമ്യം തള്ളിയുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഹൈക്കോടതിയെ സമീപിച്ചാലും മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ മങ്ങുന്നുവെന്ന് മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനായി വരികയാണോ, അത് മണത്തറിഞ്ഞുകൊണ്ടാണോ ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്? അരുൺ പൂപ്പറമ്പയുണ്ട് അവിടെ. അരുൺ പൂപ്പറമ്പയിലേക്ക് നമുക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം നൽകുന്നത്. അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ഓപ്ഷൻ രാഹുലിന് മുന്നിലുള്ളത് കീഴടങ്ങുകയാണ്. അരുൺ പൂപ്പറമ്പ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിലുണ്ട്. അരുൺ പൂപ്പറമ്പ, ആ വഴി വരുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ? സുജയ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഇനിയുള്ള സാധ്യത ഹൈക്കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക. അതിൽ കീഴടങ്ങുക എന്നുള്ളത് കോടതിയിൽ കീഴടങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഈ ഹോസ്ദുർഗ് കോടതിയിലാണ് ഇപ്പോൾ നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ പോലീസ് സന്നാഹമാണ്. ഇപ്പോൾ കോടതി സമയം നേരത്തെ തന്നെ കഴിഞ്ഞു. 5 മണി വരെയാണ് കോടതി സമയം. അതിനുശേഷമാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചിരുന്നത് കാസർഗോഡ് കർണാടക അതിർത്തിയായിട്ടുള്ള സുള്ളിയിലാണ്. അപ്പോൾ സുള്ളിയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഒരു കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്ന നിലയിൽ ഹോസ്ദുർഗാണ്. അപ്പോൾ ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാനുള്ള സാധ്യതയുണ്ടെന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ആ സൂചന കൂടുതൽ ബലപ്പെടുന്ന അത് സാധൂകരിക്കപ്പെടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്നും കാണാൻ സാധിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണ്. പോലീസ് ബസ്സിൽ തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഹോസ്ദുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇത്രയും വലിയ സന്നാഹമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം SIT വളഞ്ഞു വെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വഴി വരുന്നുണ്ടെന്നല്ലേ അരുൺ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി ഈ പോലീസ് സന്നാഹം ട്രാക്ക് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്, കീഴടങ്ങാൻ എത്തുന്നുണ്ടെന്ന വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിരിക്കാം. നേരത്തെ തന്നെ ഈ സുള്ളിയ കഴിഞ്ഞ് ഏറെ ദൂരമില്ല ഈ ഹോസ്ദുർഗിലേക്ക്. ഇവിടെ കാസർഗോഡ് കർണാടക അതിർത്തിയിൽ തന്നെ പലയിടങ്ങളിലായി രാഹുലിനെ അത്തരത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് പകൽ ലഭിച്ചിരുന്നു. അതായത് അവസാനമായി, നേരത്തെ ബംഗളൂരു ഉണ്ടെന്ന് പറഞ്ഞ് അവസാനമായി ഈ രാഹുലിനെ കൃത്യമായ ഒരു ലൊക്കേഷൻ ലഭിച്ചത് അത് ഈ സുള്ളിയിലാണ്. സുള്ളിയ കാസർഗോഡ് കർണാടക അതിർത്തിയിലെ ഒരു പ്രദേശമാണ്. അതിൽ നിന്നും അതിർത്തി കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡിന്റെ മലയോര മേഖലയാണ്. ആ മലയോര മേഖല കഴിഞ്ഞിട്ടുള്ള പട്ടണം എന്നുള്ളത് ഹോസ്ദുർഗാണ്. അതായത് ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതി എന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഈ കോടതിയിലെത്തി ഹാജരാകാനുള്ള വിവരം ഉണ്ടോ സാർ? എന്തെങ്കിലും ഒരു സൂചനയില്ല. അതാണ് ഇപ്പോൾ ഈ കോടതി സമയം കഴിഞ്ഞതിന് ശേഷം. അല്ല, നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഉള്ളൂ, ഒരു മുൻകരുതൽ മാത്രം. ഈ സുള്ളിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള വിവരം അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അത്തരത്തിലാണ്. ഏതെങ്കിലും വിവരം പങ്കുവെക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ സുജയ, മനസ്സിലാക്കേണ്ട കാര്യം, കോടതി സമയം ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കോടതി സമയം കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ഈ കോടതി സമയത്ത് അവസാനിക്കുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് വളരെ നാടകീയമായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം നമ്മളിപ്പോൾ ഉള്ള ഈ ഹോസ്ദുർഗ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ എന്തോ ഒരു തയ്യാറെടുപ്പ് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതെന്തിനാണ് എന്ന കാര്യം മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ ഇവിടെ കീഴടങ്ങുമോ എന്ന കാര്യമാണ്. രാഹുലിന് മുന്നിൽ ഇനി അവശേഷിക്കുന്നത് ഒന്നുകിൽ ഹൈക്കോടതിയെ സമീപിക്കുക, അതിനുള്ള ചില സാധ്യതകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ സമീപിച്ചാൽ തന്നെ ഇനിയിപ്പോൾ ജാമ്യം ലഭിക്കുമോ എന്ന സംശയമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള ഒരു കോടതിയിൽ ഹാജരായി ഈ നിയമ നടപടിയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ നടപടിക്രമത്തിന്റെ ഭാഗമാകുക എന്നത് രാഹുലിന് മുന്നിലുള്ള ഒരു വഴിയാണ്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. അതിനുള്ള സൂചന അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ബലപ്പെടുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വരുന്നത്. എന്തായാലും ഈ പോലീസ് സംഘം ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഡിവൈഎസ്പിയോട് പ്രതികരണത്തിന് ഇതൊരു മുന്നൊരുക്കമാണല്ലോ അരുൺ പൂപ്പറമ്പ. കാസർഗോഡ് എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വേണ്ടേ കരുതാൻ?